നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. FC ബാഴ്സലോണയും PSG തമ്മിലാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ആദ്യ മത്സരം പാർക്ക് ഡെസ് പ്രിൻസസിൽ ബുധനാഴ്ചയാണ്. പക്ഷെ നമുക്കത് ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ 12:30 കളി നടക്കുക. ബാഴ്സലോണയുടെ മുൻ പരിശീലകനായിരുന്ന ലൂയിസ് എൻറിക്കെയാണ് ഇപ്പോൾ PSG പരിശീലകൻ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബാഴ്സലോണ ടീമിനെതിരെ കളിക്കാൻ ഒരുങ്ങുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പോൾ എന്നെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ടീമാണ് PSG. അവരെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന്. അതേസമയം ചാവി ഹെർണാണ്ടസിനും കൂട്ടർക്കും ഇത്തവണ ലലീഗ കിരീടം അത്ര എളുപ്പമല്ല. ഇനി കാര്യങ്ങൾ റയൽ മാഡ്രിഡിന് അനുകൂലമായിട്ടാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചാമ്പ്യൻസ് ലീഗിൽ എന്തെങ്കിലും വലിയ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നതുമാണ്. എന്നാൽ PSG തോൽപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സമീപകാലത്തെ PSG ഫോം അത്തരത്തിലുള്ളതാണ്. നിങ്ങൾക്കറിയാമോ PSG തോറ്റിട്ട് എത്ര നാളുകളായെന്ന്? PSG തോറ്റിട്ട് ഏതാണ്ട് 5 മാസക്കാലം കഴിഞ്ഞു എന്ന കാര്യം മനസ്സിലാക്കുക. ലൂയിസ് എൻറിക്കയുടെ ടീം ഏറ്റവും ഒടുവിൽ തോറ്റത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു കളിയിൽ തന്നെയാണ്. നവംബർ 7 അവർ AC മിലാനോട് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ തോറ്റതിന് ശേഷം പിന്നീട് ഒരു കോമ്പറ്റീഷനിലും അവർ പൊട്ടിയിട്ടേയില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിലിയൻ എംബാപ്പയെ ചില ലീഗ് മത്സരങ്ങളിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും പുറത്തിരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ടീമിന്റെ വിജയത്തിന് തടയിടാൻ അതുകൊണ്ടൊന്നും സാധിക്കുന്നില്ല. എംബാപ്പയെ വളരെ കൃത്യമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ FC ബാഴ്സലോണക്ക് മുന്നിലുള്ളതൊരു വലിയ കടമ്പയാണ്. എന്നാൽ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ചെറിയ മാർജിനിലെ വിജയങ്ങളൊക്കെയാണ് ഇപ്പോൾ സമീപകാലത്തൊക്കെ വരുന്ന. കഴിഞ്ഞ കളി ലാസ് പാൽമാസിനെതിരെ 1 ഗോളിനാണ് ജയിച്ചതൊക്കെ ശരിയാണ്. എന്നാൽ പോലും ചാവി ഹെർണാണ്ടസ് താൻ പരിശീലക സ്ഥാനം സീസൺ അവസാനത്തോടു കൂടി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു വല്ലാത്ത ആവേശത്തിൽ അവർ കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചാവി നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ബാഴ്സലോണയുടെ ബോർഡിൽ തുടങ്ങിയതായിട്ട് വാർത്തകൾ പുറത്തേക്ക് വരുന്നുമുണ്ട്. ഏതായാലും കാത്തിരിക്കാം. 5 മാസക്കാലത്തിന് ശേഷമുള്ള PSG ആദ്യ തോൽവി ബാഴ്സയുടെ കരങ്ങൾ കൊണ്ടാവുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.